സുഹൃത്തുക്കളെ, നമ്മുടെ സാമാന്യ ആപേക്ഷികതയെക്കുറിച്ചിട്ട് 26 വീഡിയോകളും അതിനുശേഷം നോമ്പിനെ കുറിച്ചിട്ട് 3 വീഡിയോകളും ഇട്ടു. എന്തായാലും ഇങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള വീഡിയോകൾ ഇടുന്നത് ഇനിയിപ്പോൾ നേരിട്ട് ഇപ്പോൾ ഒരു ലക്ഷ്യമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ആഗോളതലത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ട്രംപ് എന്ന യഥാർത്ഥ കൗശലക്കാരൻ, കച്ചവടക്കാരൻ, ഒരു കുറുക്കൻ്റെ ബുദ്ധിയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ലോകം, പ്രത്യേകിച്ചും അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശക്തമായ സാമ്പത്തിക അവസ്ഥയും സൈനിക ശക്തിയുമായ അമേരിക്കയുടെ നേതൃത്വം ട്രംപ് ഏറ്റെടുത്തതിന് ശേഷം പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും വരാൻ സാധ്യതകൾ തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, യുദ്ധം ഞാൻ 24 മണിക്കൂർ കൊണ്ട് തന്നെ തീർക്കുന്നൊക്കെ. അതെന്തായാലും നടന്നില്ല. ഉക്രൈനിലെ യുദ്ധം ഒരുപക്ഷെ ഉക്രൈൻ്റെ ആ കോമാളി സെലൻസ്കിയെ ഒഴിവാക്കിക്കൊണ്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് റഷ്യയും അമേരിക്കയും മാത്രം കൂടിയാലോചിച്ചിട്ട് യുദ്ധം നിർത്താനുള്ള, അതായത് നാറ്റോയെയും ഉക്രൈനെയും, ഇത്രയും കാലം ഒന്നിച്ചു നിന്നിരുന്ന നാറ്റോയെയും ഉക്രൈനെയും പൂർണ്ണമായും തഴഞ്ഞ് അവഗണിച്ച് യുദ്ധം നിർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതേപോലെ ഗാസ സ്ട്രിപ്പിലും ഒരുപക്ഷെ യുദ്ധം നിന്നു എന്ന് തോന്നുന്നു. പക്ഷേ അവിടെ നിന്നാലും എന്തൊക്കെ പറഞ്ഞാലും യുദ്ധം തുടങ്ങുന്നതും കോൺസ്റ്റൻ്റായിട്ടും നിരന്തരമായ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എല്ലാ ദിവസവും നിങ്ങളൊരു 5 കൊല്ലമായിട്ട് എടുത്ത് നോക്കൂ, 1, 2, 3, 4, 5 പേരെ കൊന്നുകൊണ്ടേയിരിക്കും. അതിന് എന്നെങ്കിലും ഒന്നായിട്ട് മറ്റുള്ളവർ, പ്രത്യേകിച്ച് ഫലസ്തീൻകാർ പ്രതികരിച്ച് തിരിച്ചടി നടത്തുമ്പോൾ അപ്പോൾ യുദ്ധത്തിന് കാരണക്കാരവരാണെന്ന് പറയാം. അപ്പോൾ സാധാരണ നിലക്ക് ഈ ഗാസയിലും ഇസ്രായേലിലൊക്കെ സ്വാഭാവികമായ രീതി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഫലസ്തീൻകാരെ ഒരു 2-3 പേരെങ്കിലും എല്ലാ ദിവസവും കൊല്ലുക എന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഇപ്പോഴും മാറി എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ യുദ്ധം നിർത്തിയതിന് ശേഷവും ദിവസവും കുറച്ച് ഫലസ്തീൻകാർ, അല്ലെങ്കിൽ വിരലിനാവുന്ന ഫലസ്തീൻകാർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ കൊന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും അങ്ങനത്തെ ഒരവസ്ഥയിലെങ്കിലും അത് നിന്നു. മാത്രമല്ല, അങ്ങനെ യുദ്ധങ്ങളൊക്കെ തന്നെ അമേരിക്ക പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈനിലാണെങ്കിലും ഗാസയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അവരെ മിലിറ്ററി പരമായിട്ടും ആയുധങ്ങൾ ഉപയോഗിച്ചും സഹായിച്ചു കൊണ്ടിരുന്നത് അമേരിക്കയാണ്. എന്തായാലും അമേരിക്കയുടെ യഥാർത്ഥമായ പ്രശ്നം ഇപ്പോൾ തന്നെ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചൈനയാണ് അവരുടെ പ്രശ്നം. അവരുടെ ഏറ്റവും വലിയ ശത്രു ചൈനയാണ്.
കാരണം ചൈനയാണ് യഥാർത്ഥത്തിൽ അവരെ ഒന്നും അല്ലാതാക്കിയത്. അവരുടെ ഇൻഡസ്ട്രിയൽ ബേസ്, വ്യവസായ ഉൽപാദന രംഗമാകെ തകർത്തത് ചൈനയുടെ മുന്നോട്ടുള്ള കുതിപ്പ് കാരണമാണ്. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൈന ഇന്ന് ഒരു വൻ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കണമെന്നർത്ഥം. മിലിറ്ററിയിൽ, ടെക്നോളജിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും അതേപോലെ തന്നെ മിലിറ്ററി കാര്യത്തിലാണെങ്കിലും മാനുഫാക്ചറിങ് കാര്യത്തിലാണെങ്കിലും പിന്നെ വെപ്പൺ മാനുഫാക്ചറിങ് കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ചൈന അമേരിക്കയോട് കിടപിടിക്കുന്നതോ ചിലപ്പോൾ പല കാര്യങ്ങളിലും നേരെ മേലെ ആയ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പറയാനേ ഇല്ല. ഏകദേശം എല്ലാ മേഖലകളിലും ഒരു 64 ഏറ്റവും ഉന്നതമായ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ ആകെ 4-5 മാത്രമേ ഇപ്പോൾ അമേരിക്ക മുൻകൈ നേടിയിട്ടുള്ളൂ. അതിൽ തന്നെ ഒന്നാണ് AI. ഈ AIയുടെ കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ ഡീപ് സീക്കോട് കൂടി തന്നെ അതും തകർന്നു എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, ഡീപ് സീക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയും ലോകത്തിനെ ആകെയും അമ്പരപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അവരത് പൂർണ്ണമായിട്ടും എല്ലാവർക്കും കോപ്പി അടിക്കാനായിട്ടും എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് ഒന്നായിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അത് കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാറ്റൻറ്റും അതിൻ്റെ ലാഭവും ഞങ്ങൾക്ക് വേണ്ട, അത് ലോകത്തിന് ഒന്നായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരത് പുറത്തേക്ക് തള്ളണം. എന്തായാലും അത് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ചൈനയാണ് ഏറ്റവും പ്രധാന ശത്രു. അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതും അവരുടെ ശത്രുവും ആയത് ചൈനയാണെന്ന് പറയുന്നു. അങ്ങനെ അതിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം തന്നെ, ഈ സെലൻസ്കിയെ കൊണ്ട് ഒരു യുദ്ധം ചെയ്യിപ്പിച്ചത് തന്നെ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ജോ ബൈഡൻ നിങ്ങൾ തൊട്ടുപോയത് അല്ലെങ്കിൽ പിന്നെ റഷ്യയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. റഷ്യ പരമാവധി യുദ്ധത്തിന് പോവാതിരിക്കാൻ ഒരു മുതലാളിത്ത രാജ്യമായ റഷ്യ പരമാവധി യുദ്ധത്തിന് ഇറങ്ങാതിരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ചെറിയ തോണ്ടി തല്ലുണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ ബൈഡൻ സെലൻസ്കിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്, യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ആ യുദ്ധത്തിൻ്റെ വെടി പൊട്ടുന്നത് വരെ ഞങ്ങൾ കൂടുണ്ട്, ഞങ്ങൾ ബം ഞങ്ങളുടെ അമേരിക്കൻ മിലിറ്ററി കൂടെ എല്ലാ രീതിയിലുണ്ട്, ഞങ്ങൾ തന്നെ യുദ്ധം റഷ്യയെ തകർക്കും എന്ന നിലക്കായിരുന്നു പറഞ്ഞിരുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ നേരിട്ട് ഇനി യുദ്ധം ചെയ്യില്ല, ആയുധങ്ങൾ തരാമെന്ന്. അങ്ങനെ ആയുധങ്ങൾ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി, 3 വർഷം കഴിഞ്ഞു, 3 വർഷം 24-നാണ്, ഫെബ്രുവരി 24. ആ യുദ്ധം 3 വർഷം തികയാൻ പോകുന്നു. ഈ 3 വർഷമായപ്പോഴേക്ക് ബൈഡൻ അവിടെ ഇറങ്ങി. മാത്രമല്ല ഈ യുദ്ധത്തിനുണ്ടായ ഏറ്റവും പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ നാറ്റോ രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളുടെ റഷ്യയുമായുള്ള ബാന്ധവമായിരുന്നു. ആ ബാന്ധവം വഴി റഷ്യ ഈ രാജ്യങ്ങൾക്കൊക്കെ വളരെ ചീപ്പായിട്ടുള്ള നാച്ചുറൽ ഗ്യാസും പെട്രോളിയം കൊടുത്തുകൊണ്ടേയിരുന്നു. അതുവഴി ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു വലിയ പരിധിവരെ ചീപ്പായിട്ടുള്ള എനർജി കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക്
ലോക മാനുഫാക്ചറിങ് രംഗത്ത്, പ്രത്യേകിച്ച് ജർമ്മനിയുടെ കാറ്, ഫ്രാൻസിൻ്റെ മറ്റു പലതും, അതേപോലെ സ്പെയിനിൻ്റെയും ഇറ്റലിയുടെയും ഉള്ള ആ ഇൻഡസ്ട്രിയൽ അവർ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന മേഖലകളൊക്കെ അവരുടെ വ്യാവസായികമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പം, അവർക്ക് കോമ്പറ്റീഷനിൽ ഈ ആഗോള മത്സരത്തിൽ വലിയ പ്രയാസമില്ലാതെ തന്നെ അവർക്ക് അവരുടേതായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ചൈനയുടെ കൂടെ നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് അമേരിക്ക യുദ്ധം ചെയ്യുകയാണെങ്കിൽ റഷ്യ കൂടെ നിൽക്കുമ്പോൾ ഈ അവരുടെ എത്രയോ കാലമായിട്ടുള്ള നാറ്റോ സഖ്യത്തിലെ ഒരാളും കൂടെ ഉണ്ടാവില്ല എന്ന ഭയം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജോ ബൈഡൻ ഈ റഷ്യയായിട്ടുള്ള യുദ്ധം ചെയ്യുകയും ഈ അവരുടെ രക്തധമനിയായ, അതായത് അവരുടെ എനർജിയുടെ ധമനിയായ നോർത്ത് സ്ട്രീം 1ഉം 2ഉം തകർക്കുകയും ചെയ്തത്. ഒന്ന് കൊണ്ട് തന്നെ, ഒറ്റ പൈപ്പ് ലൈൻ കൊണ്ട് തന്നെ ഏറ്റവും വലിയ ശക്തിയായ, പ്രത്യേകിച്ചും ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ശക്തിയായ ജർമ്മനിയുടെ 42% എനർജിയും കിട്ടിയിരുന്നത് ആ പൈപ്പ് ലൈനിലൂടെ. അപ്പോൾ രണ്ടാമത്തെ പൈപ്പ് ലൈനും കൂടി തന്നാൽ അവർ എത്ര കണ്ട് ഡിപ്പെൻഡൻ്റ് ആവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ നോർത്ത് സ്ട്രീം 2 പൈപ്പ് ലൈൻ ഇനോഗ്രേഷന് കാത്തിരിക്കുകയായിരുന്നു. ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞിരുന്നു. ഇനി ടാപ്പ് തുറക്കുക, ഇനോഗ്രേറ്റ് ചെയ്യുക, ടാപ്പ് തുറക്കുക. ആ സമയത്താണ് ഉക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് അതിൻ്റെ കലങ്ങി മറിച്ചിൽ ഇത് രണ്ടും തകർത്തു. അപ്പോൾ അതിനു മുമ്പ് ഈ നാറ്റോ ശക്തികളുമായിട്ടുള്ള ബന്ധം കാരണം, അവർ തമ്മിലുള്ള മിലിറ്ററി കോൺട്രാക്റ്റും സന്ധികളും ഒക്കെ കാരണം യഥാർത്ഥത്തിൽ അന്ന് യുദ്ധത്തിന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടനാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. മറ്റ് രാജ്യങ്ങളൊക്കെ അത് വേണോ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ പൈപ്പ് ലൈൻ തകർന്നതോടുകൂടി അവർക്ക് കുറച്ചെങ്കിലും എനർജി കിട്ടുന്നത് മറ്റുള്ള അമേരിക്കയിൽ നിന്ന് കുറച്ച് വില കൂടുതലാണെങ്കിലും കിട്ടിയിരുന്നത് അവിടുന്ന് ഇവിടെ. അങ്ങനെയാണ് അവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഈ 3 വർഷം കൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കാനായത്. അതുവരെ ന്യൂട്രലായിട്ട് നിന്നിരുന്നാണ് ജർമ്മനിയും മറ്റൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും റഷ്യയോട് ഈ നാറ്റോ ശക്തികൾക്കുള്ള, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള വിധേയത്വം തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉക്രൈൻ യുദ്ധം കൊണ്ട് അമേരിക്ക വിജയിച്ചു, അമേരിക്കയുടെ ലക്ഷ്യം നടന്നു എന്ന് പറയാൻ കാരണം. ഇനി യഥാർത്ഥത്തിൽ അപ്പോൾ അത് നടന്നത് കൊണ്ട് തന്നെ ഇനി യഥാർത്ഥത്തിൽ ആ യുദ്ധം നിർന്നാലും കുഴപ്പമില്ല. മാത്രമല്ല, ഇനി എങ്ങനെയെങ്കിലും ഈ റഷ്യയെ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാൻ കൂടിയാണ് നമ്മളെ കുറുക്കനായ ട്രംപ് സെലൻസ്കിയെ, അല്ലെങ്കിൽ ഉക്രൈനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഒരു സന്ധി സംഭാഷണത്തിനായിട്ട് സൗദി അറേബ്യയിൽ കൂടിയിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ റഷ്യയെ പാട്ടിന് പിടിച്ച് കൂടെ നിർത്തുകയാണെങ്കിൽ, കൂടെ നിർത്താൻ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഈ പുടിൻ ആയിരിക്കുന്നിടത്തോളം കാലം സാധ്യമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറൊരു നേതൃത്വം വരികയാണെങ്കിൽ പുടിനെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുകയും പുതിയൊരു നേതൃത്വം വന്നിട്ട്, ഇപ്പോൾ ഇതിന് മുമ്പ് ഈ 2020 ഉണ്ടായിരുന്ന പോലുള്ള ഒരു നേതൃത്വം വെറും
യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വല്ല കോമാളികളെയും ഒക്കെ പിടിച്ചിട്ട് കയറ്റിയിട്ട് അവരുടെ ഈ മാസ് മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കയറ്റിയിട്ട് അങ്ങനെ നടന്നുകൂടായില്ല. അതെന്തായാലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുടിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ, മാത്രമല്ല ഒരു നാഷണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ, ഒരു മുതലാളിത്ത രാജ്യമാണെങ്കിൽ പോലും അവർ അന്ന് പൂർണ്ണമായിട്ടും ഈ വെസ്റ്റേൺ ഇൻ്റഗ്രേഷൻ ആഗ്രഹിക്കുകയും നാറ്റോയിൽ അംഗത്വത്തിന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നപ്പോൾ റിജക്റ്റ് ചെയ്തത്. എന്നാൽ ആ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുടിൻ ഇനി രണ്ടാമത് ആ ഭാഗത്ത് എത്തുമെന്ന് അറിയില്ല, നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇനി യഥാർത്ഥത്തിൽ അവസാന യുദ്ധത്തിന് അമേരിക്ക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ യുദ്ധത്തിന് മുമ്പ്, ആ യുദ്ധം ചൈനയോടാണ്. ചൈനയോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ആ യുദ്ധം തന്നെ നീട്ടി കൊണ്ടുപോകാനാണ് സാധ്യത. മാത്രമല്ല ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ടുള്ള ആ രാജ്യങ്ങൾ തങ്ങളുടെ ശക്തി, തങ്ങളുടെ മിലിറ്ററി ഫോഴ്സും എത്രയോ വർഷങ്ങളായിട്ടുള്ള ഈ ഭീകരമായ സൈനിക മുതൽ മുടക്ക് നടത്തിയിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് പനാമ കനാൽ ഇപ്പോൾ സ്വയം ഏറ്റെടുക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് എന്ന രീതിയിലായിട്ട് പനാമയുടെ കയ്യിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ പനാമയെ തന്നെ വിഴുങ്ങുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മെക്സിക്കോയിൽ തന്നെ മെക്സിക്കോ അവരുമായിട്ടുള്ള പൊതു അതിർത്തിയുള്ള രാജ്യമാണ്. മാത്രമല്ല പണ്ടത്തെ മെക്സിക്കോയിലെ 1-2 സ്റ്റേറ്റുകൾ തന്നെ അമേരിക്ക കീഴടക്കി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാലിഫോർണിയയൊക്കെ അതൊന്ന്. പിന്നെ ഒന്ന് ഗ്രീൻലാൻഡിൻ സ്വയം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രംപിൻ്റെ 2-3, ഒന്ന് പനാമ കനാൽ, 2 മെക്സിക്കോ, മൂന്നാമതായിട്ട് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നൊന്ന് കാനഡ, 51ാമത്തെ ഡിസ്ട്രിക്റ്റായിട്ട് കാനഡയും അവർ ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ വേറൊന്ന് ഗാസ ഇനി മുതൽ അവിടെയുള്ള ഫലസ്തീൻകാരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് അതിന് ട്രംപിൻ്റെ മരുമകൻ കുഷ്നറുടെ ഒരു ചെറിയ രാജ്യമായിട്ട്, ഒരു കൊട്ടാരമായിട്ട് നിലനിർത്തണം എന്ന ഒരു ആഗ്രഹമാണ് നമ്മുടെ പാവം ഈ ട്രംപ് എന്ന കുറുക്കൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എന്തായാലും അതിനൊക്കെ എത്ര കണ്ട് സാധ്യതകളുണ്ടെന്നും ലോക രാഷ്ട്രീയം നമ്മുടെ അമേരിക്കയുടെ ഈ ആധിപത്യം എത്ര കണ്ട് അംഗീകരിക്കും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ സൗദി അറേബ്യ, അതേപോലെ തന്നെ ഈ ഒപെക് കൺട്രീസ്, അറബ് രാജ്യങ്ങൾ, അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, ഇറാൻ, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ, അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അതേപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇതൊക്കെ തന്നെ എത്ര കണ്ട് ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അവരൊക്കെ പക്ഷേ എത്രയോ ഏകദേശം 80 വർഷത്തോളമായിട്ട് ലോകത്തെ ആകെ ഉള്ള മിലിറ്ററി ബജറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി ബജറ്റ്, അമേരിക്ക മിലിറ്ററിക്കായിട്ട് ചെലവഴിച്ച, അതേപോലെ തന്നെ ആയുധ നിർമ്മാണത്തിനും ആയുധ ഗവേഷണത്തിനുമായി ചെലവഴിച്ച തുകയുടെ അത്ര അതിനുശേഷമുള്ള 10 രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്ത് ചൈനയാണ്, ആ ചൈനയും അടക്കമുള്ള 10 രാജ്യങ്ങൾ കൂടിയാലും കൂടി ആവില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മിലിറ്ററി പരമായിട്ട്, ആയുധശക്തിയുടെ കാര്യത്തിൽ, പട്ടാള ശക്തിയുടെ കാര്യത്തിൽ
അമേരിക്ക എത്രയോ മേലെയാണെന്നും ഏകദേശം 750-നും 800-നും ഇടയ്ക്ക് പട്ടാള ക്യാമ്പുകൾ ലോകത്താകെ വിന്യസിച്ചിരിക്കുന്ന ഒരു ബൃഹത്തായ ഭീകരനായ രാജ്യമാണ് അമേരിക്ക എന്നും ഓർക്കുക. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിധിവരെ അവരുടെ മേൽ തട്ടിയാലേ അവരിറങ്ങുന്നുണ്ടാവുള്ളൂ. അതുവരെ അവർ പരമാവധി യുദ്ധം ചെയ്യാതെ, ഒരാളോടും യുദ്ധം ചെയ്യാതെ. ഇപ്പോൾ പണ്ടൊന്ന് ഇന്ത്യയോടുള്ള ഒരു യുദ്ധമാണ് അവർ നടത്തിയത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ യുദ്ധത്തിന് പോവാതെ അവർ വെറും വികസനത്തിനായിട്ട്, വെറും വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വികസനത്തിനായിട്ടും ഗവേഷണത്തിനായിട്ടും കണ്ടെത്തലിനായിട്ടും കണ്ടുപിടുത്തത്തിനായിട്ടും അവരും ഭീകരമായ സ്പീഡിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം എന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ചൈനയെ ഒറ്റപ്പെടുത്താനായിട്ട് റഷ്യയെ കൂട്ടുപിടിക്കുന്ന അവസ്ഥക്ക് വേണ്ടിയിട്ടാണ് കൗശലക്കാരനായ ട്രംപ് ഇപ്പോൾ റഷ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് യുദ്ധം നിർത്തുന്നത്. ആ യുദ്ധം നിർത്തുന്നെങ്കിൽ പോലും അതിൽ അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നില്ല. കാരണം ഈ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഒരു ഇഴയടുപ്പമുള്ള നല്ലൊരു ടീം, അവർ ഡോളറൈസേഷൻ എന്ന്, അല്ലെങ്കിൽ ഡോളറിനെ ഡോളറൈസേഷൻ, ഡോളറിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് അതില്ലാത്ത ഒരു ലോകത്തിൻ്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഇവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് തന്നെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. മാത്രമല്ല അതിൽ 10-20ഓളം രാജ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ചേർന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആഗോള സാമ്പത്തിക രംഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചൈന ഭീഷണിക്ക് അനുകൂലമായ രീതിയിൽ റഷ്യ അമേരിക്കയുടെ കൂടെ കൂടുമോ എന്നുള്ളതിന് സംശയമുണ്ട് എന്നർത്ഥം. എന്തായാലും ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം സയൻസ്, ടെക്നോളജി, എക്കണോമി, ഇൻഡസ്ട്രിയൽ എക്കണോമി, ഡെവലപ്മെൻറ്റ്, ഡിപ്ലോമാറ്റിക് ആയിട്ടും ചൈന വളരെയധികം മുന്നേറിയിരിക്കുന്നതാണ്. പണ്ടൊക്കെ ചൈനയുടെ കൂടെ നിൽക്കാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഷീ ജിൻപിങ്ങിൻ്റെ ബെൽറ്റ് ആൻഡ് റോഡ് വഴി ഏകദേശം 10-100ഓളം രാജ്യങ്ങളെ അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് ചൈനയുടെ സർപ്ലസ് ആയിട്ട് വരുന്ന ലാഭം ഉപയോഗിക്കുന്ന ഒരവസ്ഥയിൽ, അവരുടെ ഇൻഡസ്ട്രിയൽ ഈ പ്രോഡക്റ്റ് വഴി ഉണ്ടാകുന്ന ലാഭം ഒരു വലിയ പരിധി വരെ ആ രാജ്യങ്ങളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സഹായ വാഗ്ദാനങ്ങളും, അതേപോലെ അവർക്ക് ആവശ്യമായ വസ്തുക്കൾ അവരുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥയും, അതുവഴി കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു ചൈനയുടെ ഏറ്റവും വലിയ തന്ത്രം, ആ തന്ത്രം വഴി അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്നും പറഞ്ഞിരുന്നത് അവരുടെ കാര്യങ്ങൾ നടക്കണം, അമേരിക്ക ഗ്രേറ്റ് എന്നാണ്. അല്ലാതെ ഹ്യൂമാനിറ്റി ഗ്രേറ്റ് എന്നുള്ളതിനെ കുറിച്ച് അവർ പറയുന്നേയില്ല. അപ്പോൾ അവരുടെ യഥാർത്ഥത്തിൽ ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ തന്നെ അമേരിക്കയിലുള്ള അവിടെയുള്ള 90-നും 95-നും ഇടയ്ക്ക് ഉള്ള 95% ആൾക്കാരെയും കൊന്ന്, ആ നാട്ടുകാരെ മുഴുവൻ കൊന്നിട്ടാണ് ഇവരവിടെ ആധിപത്യം സ്ഥാപിച്ചത്. അതേപോലെ
അതേപോലുള്ള മറ്റൊരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇനി ഗാസയിലും നടത്താൻ പോകണമെന്ന് അർത്ഥം. ഗാസയിലും അവിടെയുള്ള മുഴുവൻ ആൾക്കാരും നിഷ്കാസനം ചെയ്തിട്ട് അവിടേക്ക് രണ്ടാമത് അമേരിക്കക്കാരൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ നാട്ടുകാരെ, ആ ഫലസ്തീനിൽ പരമ്പരാഗതമായി ജീവിച്ചിരുന്ന, സഹസ്രാബ്ദങ്ങളായി ജീവിച്ചിരുന്ന ആ ജനങ്ങൾ, എത്നിക് ആയിട്ട് ജീവിച്ചിരുന്ന ആ ജനങ്ങൾ, അത് മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ ജൂതന്മാരാണോ, ഇനി അവരിൽ ഒന്നും പെടാത്ത അതിന് മുമ്പത്തെ ഫാഗൻസ് ആണോ എന്നുള്ളതൊക്കെ അതൊക്കെ പലതും ആയിരിക്കാം. അതേവരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട്, കാരണം ഈ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ആദ്യമായിട്ടുണ്ടായിരുന്ന സാംസ്കാരികമായി വളർന്നു വന്ന ഒരു സാംസ്കാരിക തൊട്ടിലുകളായിരുന്നു യഥാർത്ഥത്തിൽ ആ പ്രദേശം ഒന്നായിട്ട്. അപ്പം അവിടെ വളരെ മുമ്പ് തന്നെ മനുഷ്യവാസം ഉണ്ടായിരുന്നു. ആ തലമുറയുടെ മുഴുവൻ അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇനി കുഷ്നറുടെ നേതൃത്വത്തിൽ അമേരിക്ക അവിടെ വലിയ ഒരു ഹോട്ടൽ ശൃംഖലയും അതേപോലെ തന്നെ ഒരു സഫാരി സ്പോട്ടും ആക്കാനാണ് അമേരിക്കൻ്റെ ഈ ട്രംപിൻ്റെ ഇതാണെന്നാണ് ഒരു ഉളുപ്പില്ലാതെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥം. എന്തൊക്കെ നടക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി. എന്തായാലും അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഏകധ്രുവ ലോകത്തിൽ നിന്ന്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള, അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏകധ്രുവത്തിൽ നിന്ന് ഒരു മൾട്ടിപോളാർ ലോകത്തേക്ക്, ബഹുധ്രുവ ലോകത്തേക്ക് കടക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഏറ്റവും അവസാനം ഇപ്പം ടെക്നോളജിയും അതേപോലെ തന്നെ മാനുഫാക്ചറിങ്ങും അതിലൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കക്ക് ഒരു പക്ഷെ പരാജയം ഉണ്ടാക്കാം. പക്ഷേ മിലിറ്ററിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം കൂടുതൽ ഭീമമായ തുക മുതൽ മുടക്കിയിട്ടുള്ള മിലിറ്ററി ബേസും മിലിറ്ററി ആയുധങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ റിസർച്ചുമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല അവർ അത് തിരിച്ചു പിടിക്കാനുള്ള പരമാവധി ശ്രമത്തിലാണ് ഇന്ന് ട്രംപിൻ്റെ അനുയായികളൊക്കെ തന്നെ. ട്രംപിൻ്റെ അനുയായികളായ JD വാൻസ്, അതേ മാർക്ക് റൂബിയോ, ഇവരൊക്കെ തന്നെ 100% ട്രംപിനെക്കാട്ടിലും വലിയ ട്രംപന്മാരാണ്. അതായത് വലതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റത്തെ കിരാതമായ രൂപത്തിൽ ഈ ലോകത്തെ മനുഷ്യനെ ഒരു രീതിയിലും പരിഗണിക്കാത്ത, സ്വന്തം കാര്യങ്ങളും മാത്രം, സ്വന്തം ആവശ്യങ്ങളും സ്വന്തം കാര്യങ്ങളും മാത്രം ആഗ്രഹിക്കുന്ന, അതിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യത്വം എന്ന് തൊട്ട് തീണ്ടാത്ത ഒരു നല്ല ടീം ഈ ട്രംപിൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും അവരുടെ മിലിറ്ററി ബജറ്റ് 5% GDPയുടെ 5% ആക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതായത് ഇത്രയും കാലത്തിന് പുറമേ ഇനിയും അത് കൂട്ടുക, ബാക്കിയുള്ള എല്ലാം അവർ ഒഴിവാക്കാൻ. അവരുടെ സർവീസ് മേഖലയിലുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം, അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ പട്ടിണി മാറ്റൽ, ഇങ്ങനെ ഹെൽത്ത്, ഇതെല്ലാം അതിനുള്ള എല്ലാ തുകകളും പിൻവലിച്ചുകൊണ്ട് മിലിറ്ററിക്ക് വളരെ കൂടുതൽ മുതൽ മുടക്കിക്കൊണ്ട് അവർ ഇനിയും ഒരു യുദ്ധത്തിന് തന്നെയുള്ള ഒരുക്കത്തിലാണ്. അത് അവസാനത്തെ യുദ്ധത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതെടുത്തിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിപ്പോൾ തുമ്പില്ലാതെ ഇരിക്കുകയാണെന്ന് അർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാനുള്ള അവരുടെ ഈ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം പല
സന്ധികൾ വഴിയും പിന്നെ അവരുടെ മിലിറ്ററിയെ ഒരു വലിയ പരിധിവരെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ അമേരിക്കയാണ്. അമേരിക്കയുടെ വലിയ മിലിറ്ററി ക്യാമ്പുകൾ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. മാത്രമല്ല അവരുടെ യൂറോപ്പിലൊന്നായിട്ടുള്ള കോംപ്രഡോർ ബുർഷാസിയുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് അവിടെയൊക്കെ നടക്കുന്നത്. അതല്ലാതെ അവിടെ അതിന് മുമ്പ് ഇപ്പോൾ ഇറ്റലിയിലും ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകാരുടെ ഒക്കെ മുന്നേറ്റമൊക്കെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ ഒരു വലിയ പരിധിവരെ അമേരിക്കക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളൊക്കെ തന്നെ ഇനി പ്രത്യേകിച്ചും ഈ ചൂഷണം മൂന്നാം ലോക രാജ്യങ്ങളിലെ ചൂഷണം ഒരു വലിയ പരിധിവരെ കുറഞ്ഞ് ഈ ചൈനയുടെ മുന്നേറ്റം കാരണം ചൈനയുടെ മറ്റു രാജ്യങ്ങളോടുള്ള ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള റിലേഷൻസൊക്കെ കാരണം തന്നെ ഈ മൂന്നാം രാജ്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെ രീതിയിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെ ചൂഷണം ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ടും തെളിഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ബുർക്കിന ഫാസോ, മാലി, നൈജർ, അതേപോലെ തന്നെ പല രാജ്യങ്ങളും പിന്നെ 3 രാജ്യങ്ങൾ അടക്കം ഇപ്പം അടുത്ത കാലത്ത് മാത്രം ഈ ഫ്രാൻസിൻ്റെ മിലിറ്ററിയെ അവിടുന്ന് പുറത്തു വിട്ടു എന്നർത്ഥം, അടിച്ചു പുറത്താക്കി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പിന്നെ ഫ്രാൻസിൻ്റെ ഹെഗമണി, ഫ്രാൻസിൻ്റെ മിലിറ്ററി ആധിപത്യം, അവരുടെ പിന്നെ ഈ ആകപ്പാടുള്ള ഭരണത്തിനുള്ള ആധിപത്യമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും അങ്ങനെ ആവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധിപത്യം കുറയാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ കണ്ടില്ലേ, സൗത്ത് ആഫ്രിക്കയിൽ അവിടെ ഭൂപരിഷ്കരണം നമ്മളിപ്പോൾ 1957 EMS മിനിസ്ട്രി ആദ്യത്തെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയായ EMS മിനിസ്ട്രി എങ്ങനെയാണ് ഭൂപരിഷ്കരണ നിയമം പാസാക്കി ഭൂമി പരമാവധി കുത്തകകളിൽ നിന്നും ജന്മിമാരിൽ നിന്നും എടുത്ത് ഇവർക്ക് കൊടുത്ത്, അതേപോലെ ഇവിടെ ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല സൗത്ത് ആഫ്രിക്കയിൽ നിന്നും. സൗത്ത് ആഫ്രിക്കയിലെ 85% ഭൂമിയും ഇപ്പോഴും അവിടെയുള്ള വിരലിലെണ്ണാവുന്ന 10%-ൽ താഴെ 7%-ഓളമുള്ള ഈ പിന്നെ വെള്ളക്കാരുടെ കയ്യിലാണ്. അത് രണ്ടാമത് തിരിച്ചെടുത്ത് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. ആ നിയമത്തിനെതിരെയാണ് ഇപ്പോൾ ചന്ദ്രഹാസം മുഴക്കുന്നത് ഈ ട്രംപ്. അതൊരു പിന്നെ കോൺഫിസ്കേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ആ ആഫ്രിക്കക്കാരുടെ ഭൂമി തട്ടിയെടുത്ത് അവരെ മുഴുവൻ കൊന്ന് അവരെ മുഴുവൻ നായാടി പിടിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അടിമകളായിട്ട് വിറ്റ് ആ സ്ഥലം ആണ് കയ്യേറിയത്. അത് ബെൽജിയംകാരും പിന്നെ ഡച്ചുകാരുമാണ് കൂടുതലുണ്ടാവുക. അങ്ങനെ അതിൽ ബ്രിട്ടീഷുകാരും പിന്നെ ഫ്രഞ്ചുകാരൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ അവരുടെ കയ്യിലാണ് അവിടെയുള്ള ഭൂമി മുഴുവൻ ഉള്ളത്. അത് പിടിച്ചടക്കിയതാണ്. അത് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇതുവരെ ഇവരുടെ ഇൻ്റർവെൻഷൻ കാരണം അല്ലെങ്കിൽ അവരുടെ നേതൃത്വം കാരണം ഈവൻ മണ്ടേലക്ക് പോലും അത് തിരിച്ച് നാട്ടുകാർക്ക് കൊടുക്കാനായിരുന്നില്ല. അതിപ്പോൾ റമഫോസയും ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് അത് നിയമം എടുത്ത് അതിന് അവർക്കെതിരിൽ ചന്ദ്രഹാസം മുഴക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതോടുകൂടി തന്നെ അതിന് സമാനമായതിപ്പോൾ ബുർക്കിന ഫാസോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. അതായത് അവിടെയുള്ള ആ നാട്ടുകാരുടെ ആ ഭൂമി പൊതുവാക്കുകയും ആ ഭൂമി യഥാർത്ഥത്തിൽ സ്റ്റേറ്റിൻ്റെതാക്കുകയും അത് ഭൂമിയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക്
വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആഫ്രിക്ക വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഴയ ആ കോളനൈസിങ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാമ്രാജ്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. അത് എങ്ങനെ നടക്കും? അപ്പോൾ അതിനൊക്കെ ഒരു വലിയ പ്രശ്നമായതിപ്പോൾ ചൈന ഇപ്പുറത്ത് ശക്തി ആർജിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവരുടെ ആയുധശക്തികൾ കൊണ്ട് ഈ സൗത്ത് ആഫ്രിക്കയെ രണ്ടാമതും കീഴടക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭരണകർത്താക്കളെ നിയമിക്കാൻ, അവിടെ വാഴിക്കാനൊന്നും അവർക്ക് വലിയ പ്രയാസമില്ല. പക്ഷേ ഇപ്പോൾ ചൈനയും റഷ്യയും ഒന്നിച്ച് നിൽക്കുകയും റഷ്യയുടെ പൂർണ്ണമായ സൈനിക സഹായങ്ങളും ചൈനയുടെ നേരെ മറിച്ചുള്ള മറ്റ് സാമ്പത്തിക സഹായങ്ങളും അവിടെ യഥേഷ്ടം കിട്ടുന്നതുകൊണ്ട് അവർക്ക്, അമേരിക്കക്ക് ഇത് വലിയൊരു തലവേദനയാവുകയാണെന്ന് അർത്ഥം. ഈ റഷ്യ അവരോട് സൈനികമായിട്ട് കൂട്ടുകൂടുമ്പോൾ, റഷ്യ അവരോട് കൂടിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ യുദ്ധത്തിൽ ഈ വിയറ്റ്നാമിലും അല്ലെങ്കിൽ ഇറാഖിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെ നടന്നതുപോലുള്ള, അഫ്ഗാനിസ്ഥാനിലൊക്കെ നടന്നതുപോലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്കും അതുവഴി പ്രശ്നങ്ങളിലേക്കും വന്നുകൂടായില്ല എന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ടും ഈ ചൈനയെ ഒരിക്കലും സൈനികമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് അവർ ബൂസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ തന്നെ അവരുടെ ശാസ്ത്ര സാങ്കേതിക മിലിറ്ററി മേഖലയിൽ എന്തൊക്കെ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും ആണ് അവർ നടത്തിയെന്നുള്ള ആർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ടും ഒരു ഭയം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ. അവർ ഇടപെടുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അവർ മറ്റു രൂപത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, റെയിലുകൾ, ഡാമുകൾ, ഇതൊക്കെ ചൈനക്കാർ ആഫ്രിക്കക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെ മിലിറ്ററി സഖ്യത്തിനായിട്ട് റഷ്യക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത് എങ്ങനെയാണ് ട്രംപ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് കണ്ടറിയണം. സൗത്ത് ആഫ്രിക്കയെ ഒരു യുദ്ധത്തിലൂടെ കീഴടക്കിയിട്ട് ഇപ്പോൾ നടക്കാൻ ഇപ്പോൾ അവരുടെ ഭൂപരിഷ്കരണ നിയമം ഇല്ലാതാക്കുമോ, അതല്ല അതിനെ അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് വെള്ളക്കാരൻ്റെ അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിൻ്റെ, യൂറോപ്യൻസിൻ്റെ ഈ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും അത് ഇപ്പം ഇനി ബുർക്കിന ഫാസോയിലും അത് നടക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരു 300 കൊല്ലങ്ങളായിട്ടുണ്ടായിരുന്ന വെള്ളക്കാരനൊക്കെ ഒന്നുകിൽ അവിടെ നിന്ന് കുടിയിറങ്ങിപ്പോകണം, അല്ലെങ്കിൽ അവിടെ സാധാരണ മനുഷ്യരുടെ കൂടെ ലയിച്ച് അവരുടെ പോലെ തന്നെ സമാനമായ അധികാരങ്ങളോടുകൂടി ജീവിക്കണം. അതെങ്ങനെ നടക്കും? ഇതൊക്കെ തന്നെ ഈ ആധുനിക ലോകത്ത് വലിയ ഒരു പ്രശ്നമാവാനാണ് സാധ്യത. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉക്രൈൻ യുദ്ധം എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ച കാര്യം നടന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യയുടെ ആജ്ഞാനുവർത്തികളായി റഷ്യയുടെ പോക്കറ്റിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ നാറ്റോ സഖ്യശക്തികളെ പൂർണ്ണമായിട്ടും റഷ്യയിൽ നിന്ന് അകറ്റി അവരെ ഒറ്റപ്പെടുത്തി ഈ അമേരിക്കയുടെ തന്നെ ഒരു പണിയാളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നടന്നത്. അത് എന്തായാലും സാധ്യതമായി. ഇനി ചൈനയെ ഒറ്റപ്പെടുത്താനായിട്ട് റഷ്യയെ വല്ല രീതിയിലും അടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ വെച്ചിട്ട് അമേരിക്കയും റഷ്യയും കൂടി ചേർന്നിട്ട് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയെക്കുറിച്ചിട്ട്
സംസാരിക്കുന്നത്. അതുവഴി റഷ്യയെ പരമാവധി കൂടെ കൂട്ടാൻ, അല്ലെങ്കിൽ ചൈനയ്ക്ക് നേരെ ഉള്ള യുദ്ധത്തിൽ ഒരു നിഷ്പക്ഷനായിട്ട് നിർത്താനെങ്കിലും കഴിയുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ അത് നടക്കാൻ സാധ്യത കുറവാണ്. കാരണം ബ്രിക്സ് എന്ന ഒരു കൂട്ടായ്മ വഴി അമേരിക്കൻ ഹെഗമണിയും അമേരിക്കൻ ഡോളറിൻ്റെയും തകർച്ചയിലേക്ക് അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ഗംഭീര സാമ്പത്തിക യുദ്ധത്തിലാണ് റഷ്യ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ നിലക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഇവരുടെ കൂട്ടായ്മയും സാഹോദര്യവും ഒരു വലിയ പരിധിവരെ തകർക്കാൻ റഷ്യക്ക് മനസ്സ് വരുന്നു തോന്നില്ല. കാരണം റഷ്യയാണ് ആ ബ്രിക്സ് അലയൻസിലെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത്. ഈ ചൈനയാണ് കൂടുതൽ ശക്തമെങ്കിൽ പോലും ആ നേതൃത്വപരമായ പങ്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ടും അതിലുള്ള എല്ലാ മെമ്പർമാർക്കും പൂർണ്ണമായ വീറ്റോ അധികാരത്തോട് കൂടിയ പൊതുവായ താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രമേ നടക്കുള്ളൂ എങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് റഷ്യയും പുടിനും തന്നെയാണ്. അപ്പോൾ അവരുടെ ആ അലയൻസ്, അവരുടെ ആ സാഹോദര്യം തകർക്കാൻ എന്തായാലും റഷ്യ മുതിരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പുടിന് ശേഷം എന്താവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രം. എന്തായാലും അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടന്നത് നിക്സണും റീഗണും കൂടിയ പോലെയാണെന്നാണ്. ഇതിൻ്റെ മുമ്പ് നിക്സണും അതേപോലെ റീഗണും, ഇവർ രണ്ടുപേരുടെയും ആ എല്ലാ വയസ്സും കൂടിയ ആളാണ്, അല്ലെങ്കിൽ അവരുടെ എല്ലാ കുൽസിത രൂപങ്ങളും അടങ്ങിയ ഒരാളാണ് ട്രംപ് എന്നാണ് പറയുന്നതിനർത്ഥം. എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും അവർ മുന്നിട്ട് നിൽക്കുകയാണ്. അത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. ഏറ്റവും പ്രധാന പ്രശ്നം റെയർ എലമെൻസിൻ്റെ മൊണോപ്പൊളിയാണ്. ഈ റെയർ എർത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രത്യേകിച്ച് ന്യൂക്ലിയർ ആയുധങ്ങൾക്ക്, അതേപോലെ തന്നെ റിന്യൂവബിൾ എനർജിക്ക്, സോളാർ പാനലുകൾക്ക്, അതേപോലെ പിന്നെ മിലിറ്ററിയിലെ പല പല ആധുനിക കാര്യങ്ങൾക്ക്, അതേപോലെ ഐക്കൊക്കെ തന്നെ ഈ റെയർ മിനറൽസും മെറ്റൽസും അത്യാവശ്യമാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതും പ്രോസസ്സ് ചെയ്യുന്നതും എല്ലാവർക്കും കൊടുക്കുന്നതും ചൈനയാണ്. ഇത് അവർ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ, പ്രത്യേകിച്ച് മിലിറ്ററിയുടെ ഭാഗത്തും ആധുനിക ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും അതിലാണിപ്പോൾ അമേരിക്ക ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്നവരാണ്. ഇപ്പോഴത്തപ്പോൾ നമ്മുടെ തന്നെ പിന്നെ മോദി ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് കുറേ ആയുധങ്ങൾ വാങ്ങാനും അതിനുള്ള കരാറുകളാണ് വെച്ചത്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ആയുധങ്ങൾ മാത്രമാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളിലും ഇപ്പോൾ അമേരിക്കക്ക് ചൈന അതിനെ മറികടന്നു മാത്രം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഈ ബ്രിക്സിനോട് കൂടി തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാജ്യമാണ് ചൈനയെപ്പോലെ തന്നെ വിയറ്റ്നാമിലും ഈ ചൈനയ്ക്കുള്ള ഏറ്റവും വലിയ മാറ്റം സെൻട്രലി പ്ലാൻഡ് ഓർഗനൈസ്ഡ് ഒരു
സാമ്പത്തിക രംഗം അവിടെ ഉണ്ട്. അതായത് വെറും മുതലാളിമാരുടെയും മുതലാളിത്തത്തിൻ്റെ അല്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും പ്ലാൻ ചെയ്യാനുള്ള ഇതുണ്ട്. അത് മാത്രമല്ല, അവിടെയുള്ള പൊതുവായ മേഖല ഒന്നുണ്ട്, അതേപോലെ തന്നെ ഈ സ്വകാര്യ മേഖലയുണ്ട്. സ്വകാര്യ മേഖലയെ പൊതുമേഖല പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. അതായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പിന്നെ സ്റ്റീല്, ട്രാൻസ്പോർട്ടേഷന്, അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ വ്യവസായങ്ങളും പൂർണ്ണമായിട്ടും പൊതുവായ മേഖലയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. നേരെ മറിച്ച് മറ്റ് മാനുഫാക്ചറിങ് ഇതൊക്കെ തന്നെ പ്രൈവറ്റും ഇതൊക്കെ തന്നെ അടങ്ങിയതാണ്. ഇഷ്ടമുള്ളവർക്ക് വരാം. പക്ഷേ അവിടെയുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, അവിടെ മുതലാളിത്തം എന്ന് പറഞ്ഞത് ശരിക്കും അവരുടെ കൂട്ടിലെ പട്ടിയെ പോലെ തന്നെയാണ് നടത്തുന്നത്. പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലും കൃത്യതയിലും കൃത്യമായിട്ടും അവർക്ക് അവരുടെ ലാഭം എടുക്കുക എന്നുള്ളതല്ലാതെ മറ്റ് കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്ന ആ ഒരു പരിപാടി നടക്കില്ല എന്നർത്ഥം. നേരെ മറിച്ച് നമ്മളിവിടെയൊക്കെ എന്തും കോടതിയും പോലീസും വക്കീലും അതേപോലെ എന്ത് കാര്യങ്ങളും എന്ത് നിയമവും തെറ്റിച്ചും തൊഴിലാളിയെ ഒഴിവാക്കാനും തൊഴിലാളിയെ തകർക്കാനും തൊഴിലാളിയെ ചൂഷണം ചെയ്യാനും ഒരു പ്രയാസവും പക്ഷെ അതൊന്നും നടക്കില്ല. വളരെ കൃത്യമായ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അവിടെ എത്ര ആണെങ്കിലും പൈസ ഉണ്ടാക്കാം എന്ന നിലക്ക് അവിടെ അവരുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിനായിട്ട്, രാഷ്ട്ര വികസനത്തിനായിട്ട് അവിടെയുള്ള എല്ലാ കുത്തകളും മുതലാളിത്തവും ബഹുരാഷ്ട്ര കുത്തകളും പോലും പൂർണ്ണമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ചൈനയുടെ അഭൂതപൂർവമായ മാനവ ചരിത്രത്തിൽ ഇതേവരെ ഇല്ലാത്ത വികസനത്തിൻ്റെ പുരോഗതിയുടെ സാമ്പത്തിക ഉന്നമനത്തിൻ്റെ ഇതിഹാസങ്ങൾ മെനയാനുള്ള പ്രധാന കാരണം നടത്തും. അത് അതേപോലെ തന്നെ വിയറ്റ്നാമും ഇപ്പം കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ കേട്ടത്. ഇതേപോലെ വിയറ്റ്നാമും ഈ ചൈനയെപ്പോലെ തന്നെ കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു ആധിപത്യം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ കീഴടക്കാനോ അവരുടെ അധ്വാനവും അവരുടെ വിഭവങ്ങളും ചൂഷണം ചെയ്യാനോ ഉള്ള ഒരു വിദൂര സ്വപ്നം പോലും വിദൂര മോഹം പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്ന് വെച്ചിട്ട് വിൻ എന്ന നിലയ്ക്ക് അവരെ സഹായിച്ചുകൂടായില്ല. അതാണിപ്പോൾ നമ്മളിവിടെ ചൈനയിലൊക്കെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു പുതിയ ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ മാത്രമുള്ള അനാലിസിസാണ്. പക്ഷേ ഈ അനാലിസിസ് എത്ര കണ്ട് ശരിയാവും എന്നും എത്ര കണ്ട് കൃത്യമായിട്ട് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ എന്തായാലും ഈ 4 കൊല്ലത്തിൽ ട്രംപിന് ആകെ 1 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള 3 വർഷവും 11 മാസം ബാക്കിയുണ്ട്. അതിൽ എന്തൊക്കെ ട്രംപ് പോകുമ്പോഴേക്ക് എന്താവും ലോകം എന്ന് കണ്ടറിയണം. അമേരിക്ക ഉണ്ടാവുമോ, അതല്ല റഷ്യ ഉണ്ടാവുമോ, അതല്ല ചൈന ഉണ്ടാവുമോ, മറ്റ് ഏതെങ്കിലും രാജ്യം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. അതൊക്കെ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ അത് നമുക്ക് നിരീക്ഷിക്കാം. ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ നമുക്ക് പഠിക്കാം, അതിൻ്റെ വിദ്യാർത്ഥികളായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.